സുഖല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഈ ഒരു അടിപൊളി അനാർക്കലി കുർത്ത എങ്ങനെയാണ് ഞാൻ സൂപ്പറായിട്ട് സ്റ്റൈൽ ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അർബൻ ബൊട്ടാണിക്സിന്റെ മോയ്സ്ചറൈസർ ആണ്. നെക്സ്റ്റ് ഞാനിവിടെ എല്ലാ ഗേളിന്റെ ഒരു ഓറഞ്ച് കളർ കറക്റ്റർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് കയ്യിലിങ്ങനെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡാർക്ക്നെസ് ഉള്ള ഏരിയയിലായിട്ട് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ കൺസീലറോ ഫൗണ്ടേഷനോ ഒക്കെ ഇടുകയാണെങ്കിൽ ഇങ്ങനെ ആഷി ആയിട്ട് ഇരിക്കില്ല. അതായത് ഇങ്ങനെ പല പല ഫേസിൽ പല കളറായിട്ട് അല്ലെങ്കിൽ ഡിസ്കളറേഷൻ ഫീൽ ചെയ്യുന്ന പോലെ ഇരിക്കത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഈ കളർ കളക്ടർ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ കൺസീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെയിം എല്ലാ ഗേളിന്റെ പ്രോ കൺസീലർ ആണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഫോൺ ആണ്. അപ്പോൾ ഇതും ഞാൻ എന്താ പറയുക കണ്ണിൻ്റെ താഴെയും നോസിലും ഒക്കെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബിലിൻ്റെ ലൂസ് ഫിനിഷിംഗ് പൗഡറാണ്. ഇതിൽ എൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പ് ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്. ഇപ്പോൾ ഭയങ്കര ഓയിലി ഉള്ളവർക്കൊക്കെ ഇത് അടിപൊളിയായിട്ട് വർക്ക് ആവും കേട്ടോ. അപ്പോൾ സ്കിന്ന് നല്ല എന്താ പറയുക നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ ഒരുപാട് പുട്ടി അടിച്ച പോലെയൊന്നുമില്ല. സൂപ്പർ പ്രോഡക്റ്റ് ആണ്. ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് യൂസ് ചെയ്തോളൂ. നെക്സ്റ്റ് ഞാനിവിടെ മാർസിൻ്റെ ഈ ഒരു ഐഷാഡോ പാലറ്റിൽ നിന്നും ഈ ഒരു ബ്രിക്ക് ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിന് മീഡിയമായിട്ട് ക്രീസിലും ഐലിഡ്സിലുമായിട്ട് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഈ ഒരു സെയിം ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെയും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിവിടെ മ്യൂസിക് ഫ്ലവറിൻ്റെ ലോങ് വേ ജെൽ ഐലൈനർ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കൊരു പാക്ക് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് ബ്രൗണും ഉണ്ടാവും അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ടാവും. അപ്പോൾ ബ്രൗൺ എടുത്തിട്ട് നമുക്ക് നമ്മുടെ ഐബ്രോസ് നമുക്ക് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്, ഈ ഒരു മ്യൂസിക് ഫ്ലവറിൻ്റെ ഈ ഒരു ജെൽ ഐലൈനർ. ഓക്കെ, ഇത് വാട്ടർ പ്രൂഫാണ്, സ്മജ് ആവത്തില്ല, നല്ല ഡാർക്ക് ഇതിൻ്റെ ആ ഒരു നമുക്ക് കണ്ണിലെഴുതുന്ന ആ ഒരു ബ്ലാക്ക് കളറിലുള്ള ആ ഒരു ജെല്ല് നല്ല ഡാർക്കായിട്ട് നമുക്ക് കണ്ണെഴുതാനും അതുപോലെ തന്നെ ഐബ്രോസ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഐബ്രോസ് നമുക്ക് എഴുതാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഞാനിവിടെ ലാക്മേ ഫോറെവർ മാറ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് വൈൻ ടച്ച്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. സെയിം മേബിലിൻ്റെ ഒരു ലൂസ് പൗഡർ വെച്ചിട്ട് ഫുള്ളായിട്ട് ഫേസിലും നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഒരു ബ്രഷ് വെച്ചിട്ട്. ഇത് നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഫ്രഷ് ലുക്ക് തരും. അതുപോലെ തന്നെ ഇതിങ്ങനെ ഒരുപാട് കേക്കി ഒന്നും ആവത്തില്ല, വളരെ ലൈറ്റായിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പോൾ അത് കാരണം ഫേസിൽ ഇട്ടാൽ തന്നെ എന്താ പറയുക പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അങ്ങ് ചേരും. ഇങ്ങനെ എടുത്തറിയത്തൊന്നുമില്ല, നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിരിക്കും, അധികം സ്കിന്ന് ഓയിലി ആവത്തില്ല. ഓക്കെ, അങ്ങനെയൊക്കെ. നെക്സ്റ്റ് ഞാൻ സെയിം മ്യൂസിക് ഫ്ലവറിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഐലൈനർ എടുത്തിട്ട് താഴെ വാട്ടർ ലൈനിൽ തിക്കായിട്ട് എഴുതി കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ഐലൈനർ യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ നിന്നും പ്രോഡക്റ്റ് എടുത്തിട്ട് അപ്പം തന്നെ ഇത് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് കുറേ നാൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഞാനിവിടെ മെബ്ലിൻ വോളിയം എക്സ്പ്രസ് മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല വോളിയമായിസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കണ്ണിൽ വരുന്ന ഒരു ഡിഫറൻസ് നന്നായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇതേ കണ്ടില്ലേ, കണ്ണ് നല്ല വിടർന്ന കണ്ണുകളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ. നെക്സ്റ്റ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് യാങ്കിന ലോങ് ലാസ്റ്റിംഗ് 36 hours ബ്ലാക്ക് വാട്ടർ പ്രൂഫ് പെൻ ലൈനറാണ്. അപ്പോൾ ഇത് ഞാനൊരു കോംബോ ആയിട്ട് മേടിച്ചതാണ്. 3 എണ്ണം നമുക്ക് ഒറ്റ പാക്കിൽ കിട്ടും. എനിക്കൊന്ന് ഞാൻ മേടിക്കുന്ന സമയത്ത് 126 അത്രയും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമുക്ക് 3 എണ്ണം കിട്ടും. അപ്പോൾ ഇത് അടിപൊളി ഐലൈനറാണ് കേട്ടോ, വാട്ടർ പ്രൂഫാണ്, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് എഴുതാൻ പറ്റും, പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും, വളരെ കംഫർട്ടബിൾ ആണ്. അപ്പം ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതാണ്. നെക്സ്റ്റ് ഞാനൊരു പൊട്ട് വെച്ചിട്ടുണ്ട്, ഒരു സിൽവർ കമ്മലെല്ലാം സിൽവർ ജ്വല്ലറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്മലിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നെക്ലസ് ഇട്ടിട്ടുണ്ട്, പിന്നെ വള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എനിക്കൊന്ന് നെക്ലസും അതുപോലെ തന്നെ ഈ വളകളും ഞാൻ ഓൺലൈൻ മേടിച്ചതാണ്. എനിക്കൊന്ന് ആമസോണിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. കമ്മൽ ഇവിടുന്ന് ഞാൻ പുറത്ത് ഷോപ്പിൽ നിന്ന് മേടിച്ചതെന്നാണ് തോന്നുന്നത്. അതെ, പിന്നെ ഒരു സിൽവർ ഒരു വാച്ച് കൂടെ ഇടുന്നുണ്ട്.
അപ്പോൾ ഇത്രയാണ്. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എന്താ ഉള്ളത്, ഹെയർ സ്റ്റൈൽ. നമുക്കിത് കഴിഞ്ഞിട്ട് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം. അപ്പോൾ മൊത്തത്തിലുള്ള മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഇതാണ്. ഇനി ഹെയർ സ്റ്റൈൽ നോക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ജസ്റ്റ് ബാക്കിലേക്ക് ഇങ്ങനെ മുടി ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഇത്രയും, അതായത് മുകളിലുള്ള ഇത്രയും പോർഷൻ ഹെയർ ഒന്ന് മാറ്റി വെക്കുക. ഇത് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഒരു ക്ലിപ്പ് വെച്ചിട്ട് ഇതിനെ ഒന്ന് മാറ്റി വെക്കുകയാണ്. അതിനുശേഷം ബാക്കിയുള്ള ഹെയർ എടുത്തിട്ട് ഒരു ഹെയർ ബാൻഡ് വെച്ചിട്ട് ഇതുപോലെ കെട്ടി വയ്ക്കുക. കണ്ടോ, സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്, എന്നാൽ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു ഹെയർ എടുക്കുക. എന്നിട്ട് അതിനെ 3 സെക്ഷൻ ആക്കിയിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് പിന്നിക്കൊണ്ട് വരിക. സാധാരണ നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ടല്ല ഇങ്ങനെ ബ്രൈഡ് ചെയ്തുകൊണ്ട് വരുന്നത്, ഇത് ബാക്കിലോട്ട് ഇങ്ങനെ ബ്രൈഡ് ചെയ്തുകൊണ്ട് വരിക. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. കണ്ടോ, ഫുള്ളായിട്ട് അങ്ങോട്ട് ബ്രൈഡ് ചെയ്തെടുക്കണ്ട. നമ്മൾ ആ ഒരു ബാക്കിൽ കെട്ടി വെച്ചില്ലേ അതിൻ്റെ തൊട്ട് താഴെ വരെ ജസ്റ്റ് ബ്രൈഡ് ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു ഹെയർ ബാൻഡ് ഇട്ടിട്ടൊന്ന് സെക്യൂർ ചെയ്യുക. കണ്ടോ, എന്നിട്ട് നമ്മളിപ്പോൾ പിന്നി വെച്ചില്ലേ അതിൻ്റെ ഇടയിലായിട്ട് ഇതുപോലൊരു ഹോൾ ഇടുക. അതായത് നമ്മൾ ആ ഒരു ബാക്കിൽ കെട്ടി വെച്ചതിൻ്റെ അതേ ലെവലിൽ വെച്ചിട്ട് ഒരു ഹോൾ ഇട്ട് അത് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറ്റിയിടുക. പിന്നീട് നമ്മൾ നേരത്തെ കെട്ടിവെച്ച ആ ഒരു ബാൻഡ് ഊരി മാറ്റുക. എന്നിട്ട് ബാക്കി തുടർച്ചയായിട്ട് വീണ്ടും അതുപോലെ ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ബ്രൈഡ് ചെയ്തുകൊണ്ട് വരിക. കണ്ടോ, പറയുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അടിയിലായിട്ട് വീണ്ടും ഇതുപോലെ ഒരു ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വിടർത്തി കൊടുക്കുക. അപ്പം നല്ല വോളിമൈസിങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ഒന്ന് വിരിച്ചു കൊടുക്കുക. സൂപ്പർ ഹെയർ സ്റ്റൈലാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഇന്ന് വലിച്ചു കൊടുക്കാൻ പറ്റിയിരിക്കാറ്. എന്നിട്ട് ഫ്രണ്ടിലൊക്കെ മുടി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിടാം. നമ്മുടെ അടിപൊളി ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലും അതുപോലെ തന്നെ ആ ഒരു സിൽവർ ജ്വല്ലറീസും എല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എന്താ പറയുക കുർത്ത കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഈ ഒരു കുർത്ത ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് ഒരു അനാർക്കലി ടൈപ്പ് കുർത്തയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയലാണ്. ഫുൾ ഔട്ട്ഫിറ്റ്സ് ഞാൻ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇത് എന്താ പറയുക, എനിക്ക് കുറേ താഴെ വരെ ഉണ്ട്. അപ്പോൾ ഇത് ഫുൾ ലെങ്ത് ആയിട്ടുള്ള ഒരു അനാർക്കലി കുർത്തയാണ്. കണ്ടില്ലേ, ഇത്ര ഫുൾ ലെങ്ത് ഉണ്ട്. പിന്നെ സ്ലീവ്സ് വന്നിട്ട് 3/4 സ്ലീവ്സ് ആണ്. പിന്നെ ഇതിനകത്ത് നിറയെ പ്രിൻസ് ആണ്, ബ്ലാക്കും അതുപോലെ തന്നെ ഗോൾഡൻ കളറിലുള്ള പ്രിൻസ് ആണ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ഒരു കുർത്തയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഞാൻ ഈ ഒരു എന്താ പറയുക കുർത്ത സ്റ്റൈൽ ചെയ്ത ആ ഒരു രീതി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ എന്താണ്, നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.